കഴിഞ്ഞ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു നടൻ ബാലയും അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയായ അമൃത സുരേഷും തമ്മിലുള്ള വിഷയങ്ങൾ. ബാലയ്ക്കെതിരെ മകളും അമ്മയുമൊക്കെ തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ക്രിസ്തുമസിന് ഏഷ്യാനെറ്റ് നൽകിയ അഭിമുഖത്തിൽ ഒരു തുറന്നു പറച്ചിലുമായി അമൃതയും സഹോദരി അഭിരാമി സുരേഷും ഒരുമിച്ചെത്തുകയും ചെയ്തു. എന്തുകൊണ്ട് അത്തരമൊരു പ്രതികരണത്തിനെത്തിയെന്ന് പറയുകയായിരുന്നു ഇരുവരും അഭിമുഖത്തിലൂടെ. തങ്ങളുടെ വിവാഹമോചനത്തിനൊപ്പം നിയമപരമായ ധാരണയുണ്ടായിരുന്നു. പരസ്പരം കരിവാരി തേക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയരുത് എന്നത് ആ ധാരണയിലെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നുവെന്നും അമൃത പറയുന്നു. ആ ധാരണ പാലിക്കാനായി കഴിവതും ശ്രമിച്ചുവെന്നും അമൃത പറയുന്നു. അത്തരം തുറന്നുപറച്ചിലൂടെ തന്റെ മകളും അതിലേക്ക് വലിച്ചിഴക്കപ്പെടുമെന്ന് അറിയാമായിരുന്നു. അമ്മയും അച്ഛനും ഉൾപ്പെടെയുള്ളവർ വീഡിയോയിൽ വന്ന് വൃത്തികേടാക്കുന്നുവെന്ന് മകളോട് എല്ലാവരും പറയുന്ന സ്ഥിതിയുണ്ടാകും. അത് ഉണ്ടാകാതിരിക്കുവാനാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ മാറി നിന്നിരുന്നതെന്നും അമൃത അഭിമുഖത്തിൽ പറഞ്ഞു. ആദ്യ പ്രതികരണവുമായി എത്തിയ ആ വീഡിയോയ്ക്ക് ശേഷം തങ്ങളെ പിന്തുണച്ച് ഒരുപാട് പേർ വന്നു. മകൾക്കെതിരെയുണ്ടായ സൈബർ ആക്രമണം സഹിക്കാൻ പറ്റാതായതോടെയാണ് എല്ലാം തുറന്നു പറയേണ്ടി വന്നത്. ഇപ്പോൾ പോലും ആരെയും കുറ്റപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ഞങ്ങൾ വരുന്നില്ല. അവർ സന്തോഷമായി ജീവിക്കട്ടെ, നമ്മളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് ചേച്ചിയെ കൂടി പരിഗണിക്കാമായിരുന്നുവെന്നാണ് അഭിമുഖത്തിൽ അമൃതയ്ക്കൊപ്പം എത്തിയ അഭിരാമി പറയുന്നത്. അവരുടെ ആരോഗ്യനിലയൊക്കെ വളരെ മോശമായിരുന്നു. പോട്ടെ, പാപ്പുവിന്റെ അച്ഛനല്ലേ എന്ന കൺസിഡറേഷനൊക്കെ ചേച്ചി കൊടുക്കും. അതിന്റെ ആവശ്യമില്ലായിരുന്നു. സ്വയം മോശക്കാരിയായിക്കൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അഭിരാമി പറഞ്ഞു. വലിയ പ്രശ്നങ്ങൾക്കിടയിലും സ്റ്റേജിലെത്തുമ്പോൾ അതെല്ലാം സാധാരണയായി മറന്നുപോകുമായിരുന്നു. എന്നാൽ അച്ഛൻ മരിച്ചതിന് ശേഷം ചെയ്ത ആദ്യ പരിപാടി വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. അച്ഛന്റെ മരണം വളരെ പെട്ടെന്നായിരുന്നു. അച്ഛന് വയ്യായികയൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനുമായി ചേർന്ന് തയ്യാറെടുപ്പ് നടത്തിയ പരിപാടിയായിരുന്നു. ഞങ്ങൾ എന്നും പാടാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ പാടില്ലെങ്കിൽ അത് അച്ഛന്റെ ആത്മാവിന് വിഷമമാകുമെന്ന് ചിന്തിച്ചാണ് ആ പരിപാടി അവതരിപ്പിക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ടേറിയ സംഭവമായിരുന്നു. മകൾക്ക് നിയമം പഠിക്കണമെന്നാണ് ആഗ്രഹം. ഒക്കെ കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് മകൾ. അതിൽ നിന്നെല്ലാമുള്ള ട്രോമയിൽ നിന്നായിരിക്കും അവൾ അങ്ങനെ ചിന്തിക്കുന്നത്. അവൾക്ക് സംഗീതത്തിലും കഴിവുണ്ട്. കമ്പോസിംഗിലും താല്പര്യമുള്ള അവളുടെ ആദ്യ റെക്കോർഡിംഗ് ഈ ന്യൂ ഇയറിന് പുറത്തിറക്കുന്നുണ്ടെന്നും അമൃത സുരേഷ് പറയുന്നു. നമ്മൾ കാരണം അച്ഛനും അമ്മയും വേദനിക്കുക എന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. പൊതുവെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ വളർത്തുദോഷമാണെന്ന് പറയും. മക്കളെ ഇങ്ങനെ അഴിച്ചുവിട്ടേക്കുവാണെന്ന്, പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും. ഫാമിലി, സ്നേഹം, നന്മ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ എല്ലാം കളറാകും. ഇപ്പോൾ കലിയുഗമായതുകൊണ്ടായിരിക്കാം. ഇനി അങ്ങോട്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ പോലും ആരും തന്നെ വളരെ സത്യസന്ധമായി നിൽക്കരുത്. കുറച്ച് ഉടായിപ്പൊക്കെ കാണിച്ച് ഞാൻ നല്ലൊരു ആളാണെന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കണം. ഒരു കൺവിൻസിംഗ് സ്റ്റാർ ആയിരിക്കണം എന്നാണ് അഭിരാമിയുടെ പക്ഷം. നേരത്തെ മകളെ അമൃത സുരേഷ് കാണാൻ പോലും അനുവദിക്കാതെ പിടിച്ചുവെച്ചിരിക്കുകയായിരുന്നുവെന്ന് ബാല നിരന്തരമായി അഭിമുഖങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും പറഞ്ഞിരുന്നു. എന്നാൽ തനിക്ക് അച്ഛനൊപ്പം കഴിയാനോ അദ്ദേഹത്തെ കാണാനോ താല്പര്യമില്ലെന്ന് മകൾ തന്നെ മീഡിയയിലൂടെ നേരിട്ട് പറയുകയായിരുന്നു. ബാലയാകട്ടെ തന്റെ വിവാഹ പരമ്പരയുടെ അടുത്ത എപ്പിസോഡിലേക്ക് കടന്നു കഴിഞ്ഞു. മാമന്റെ മകളായ മുറപ്പെണ്ണ് കോകിലയെ വിവാഹം കഴിച്ച് കൊച്ചി വിട്ട ബാല ഇപ്പോൾ വൈക്കത്താണ് താമസം. ഇത് ബാലയുടെ 4ാം വിവാഹമാണെന്നും പറഞ്ഞു കേൾക്കുന്നു.